ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. ബേബിക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ട് ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ജാൻ്റെ സ്കൂളിൽ നിന്ന് ബുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കവർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ വെച്ചിട്ട് വേണം അത് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൺഡേ അവധിയായിരുന്നു കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട് കളക്ടർ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂസ്ഡേ രാവിലെയാണ് അപ്പോൾ ഞാൻ റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2-3 ഷോപ്പിൽ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൺഡേ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ട്യൂസ്ഡേ മോർണിംഗ് ആണ് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നോട്ട് ബുക്സാണ്, 2 ക്ലാസ് വർക്ക് ബുക്കും 2 ഹോം വർക്ക് ബുക്കുമാണ് കേട്ടോ, ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാഗിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം. സയാന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ കൊണ്ടുവിട്ടതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ ചെറിയൊരു വാശിയുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, ഇപ്പോൾ ശനി ഞായർ തിങ്കളും അവധിയായിരുന്നു. പിന്നെ ട്യൂസ്ഡേ പോകുമ്പോൾ ഇന്ന് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് ഡയറിയിലാണ് കേട്ടോ മാം ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. പിന്നെ ഇന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ സയൻ പോയാൽ അപ്പോൾ തന്നെ ഞങ്ങൾക്കും ഇറങ്ങണം കേട്ടോ. അപ്പോൾ രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ എഗ് ഫ്രൈറ്റാണ്. അപ്പോൾ ബ്രെഡും എഗ്ഗുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ സയാൻ രാവിലെ അങ്ങനെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. പിന്നെ അത് അവർ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടും. അപ്പോൾ 11 o'clock ആകുമ്പോൾ അവർ സ്നാക്ക് ടൈമിൽ മാം അവിടെ നിന്ന് കഴിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ എഗ്ഗ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് മഞ്ഞ ഉണ്ണി നല്ലപോലെ കുക്കാക്കി എടുക്കും. അപ്പോൾ ഇതാണ് സയനിന്ന് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ രാവിലെ ഒരു 1/2 ഗ്ലാസ് പാല് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീരെ കുടിക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സിപ്പ് കുടിച്ചിട്ടാ. പിന്നെ അങ്ങനെ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാനൊക്കെ. അങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് മുഴുവൻ കുടിക്കാതെയാണ് കേട്ടോ അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പാടാണ്. ഒരു 1/2 കപ്പ് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണ്ടി വരും. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടാണ് സയാനെ പാൽ കുടിപ്പിക്കുന്നത് കേട്ടോ. കഥ തീർന്നിട്ടുണ്ടാവും, പക്ഷേ സയാൻ്റെ പാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് വേണം കുറച്ച് പാൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെയൊക്കെ പാൽ കുടിപ്പിക്കാൻ വേണ്ടി ഇരുത്തുന്നത് കേട്ടോ. അല്ലെങ്കിൽ പാൽ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വാൻ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ്, അങ്ങനെ സയൻ്റെ വാൻ വരാനുള്ള ടൈമായി. അങ്ങനെ താഴേക്ക് പോകാനിട്ടാ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സയനാക്കാൻ വേണ്ടിയിട്ട് താഴേക്ക്. അങ്ങനെ സോയി ബേബിനെയും കൊണ്ടാണ് താഴേക്ക് പോകുന്നത്. അതാ സയൻ്റെ വാൻ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പാവം ചെറിയ വിഷമമൊക്കെയാണ് കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും. പിന്നെ എടുക്കാതെ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഫസ്റ്റ് മധുജ ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 45 days കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ബേബി ഉറങ്ങാൻ കേട്ടോ, കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബേബിയുടെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പാവം ശരിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും. അങ്ങനെ ഫീഡ് ചെയ്തതുകൊണ്ട് 1/2 an hour കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1/2 an hour കഴിഞ്ഞതിന് ശേഷം വാക്സിൻ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞു. 2 തൊടലാണ് എടുത്തത് കേട്ടോ. 2 ഇഞ്ചക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. വാക്സിൻ എടുത്തിട്ടും 1/2 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പാരസെറ്റമോൾ തന്നിട്ടുണ്ടായിരുന്നു പനി വന്നാൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാ. അതിന് ശേഷം തിരിച്ചു വരുന്നതിക്ക് ഭയങ്കര വിശന്നിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷവർമ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും സയാൻ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാൻ്റെ വാൻ വന്നിട്ടുണ്ട്. स्कूल में
ഇത് വേറെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സയാന് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൈഡർമാൻ്റെ മാസ്കാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അന്ന് സ്കൂളിൽ പോകുമ്പോൾ അറിയാതെ പോയി കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗുഡ് ബോയ് ആയതുകൊണ്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ അത് അൺബോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സോയി ബേബിക്ക് ഒരു പ്ലേ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മ്യൂസിക്കും പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഉള്ള ടൈപ്പ് ഒരു പ്ലേ മാറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അങ്ങനെ ഇനിയും പുതിയ വ്ളോഗ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.